ഹാഫ് ഡേ ലീവും എടുത്ത് പ്രിയ ബേക്കറിയിൽ കിരണേനും കാത്തിരിക്കുവാണ് പൂജ. ഒരു പഴയ ചുരിദാറാണ് അവളുടെ വേഷം. പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ ഒന്നും തന്നെയില്ല അവളിൽ. മുഖത്തൊരു പൊട്ടുപോലും വെച്ചിട്ടില്ലെന്ന് പറയാം. കുറച്ചു കാലം മുന്നേ ഈ ഒരുവന് വേണ്ടി, അവൻ കാണാൻ വേണ്ടി എത്രയൊക്കെ ഒരുങ്ങിയാലും തൃപ്തി വരാതെ എത്ര വട്ടം കണ്ണാടിയിൽ നോക്കി കെട്ടിയ മുടി വീണ്ടും അഴിച്ചുമാറ്റി കെട്ടിയിട്ടുണ്ട്. നെറ്റിയിൽ വെക്കുന്ന പൊട്ടുപോലും എത്ര ശ്രദ്ധിക്കുമായിരുന്നു. എന്തിനേറെ പറയുന്നു, ഇടുന്ന ഡ്രസ്സിൽ പോലും എന്തുമാത്രം ശ്രദ്ധിക്കുമായിരുന്നു. അന്നൊക്കെ അവൻ തന്നെ കാണുമ്പോൾ കൊള്ളാമെന്ന് പറയുന്നൊരു വാക്കിന് വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി അവൻ്റെ അടുത്തേക്ക് പോകുന്നത് തന്നെ. പൂജ അരിശത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. പഴയതൊക്കെ ഓർക്കാൻ നിന്നാൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നും. ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ഞാനും എൻ്റെ ജീവിതവും എല്ലാം വെറുതെയായിരുന്നു. അർഹതയില്ലാത്തവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ നാളുകളെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവനോട് വരാൻ പറഞ്ഞതിനേക്കാൾ അരമണിക്കൂർ മുന്നെയാണ് പൂജ ബേക്കറിയിൽ വന്നിരുന്നത്. വന്നപ്പോൾ തന്നെ ഒരു ചായ പറഞ്ഞവൾ. അവനോട് പറയാനുള്ളതൊക്കെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഫോൺ നമ്പർ മാറിയതുകൊണ്ട് അവന് വിളിക്കാൻ പറ്റില്ല. താൻ ഇവിടെയുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു കാണും? നാട്ടിൽ ആർക്കും തന്നെ അറിയില്ല ഹിരണിയുടെ കൂടെയാണെന്ന്. എവിടെയോ ജോലി കിട്ടി അവിടെ തന്നെയാണ് താമസമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവർക്കൊന്നും തന്നെ പറ്റി ഇപ്പോൾ അറിയില്ല. മകളെ കാണാതെ പോയെന്നും പറഞ്ഞൊരു പരാതിയൊന്നും കൊടുത്തൊരു പ്രശ്നം വേണ്ടെന്ന് കരുതിയാണ് ആദ്യമേ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. അവരപ്പോഴേക്കും കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവനൊരു ഫോൺ കോൾ അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വിളിയുണ്ടായിട്ടില്ല. ഇനി ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഒരു കാര്യത്തിനും എനിക്ക് കിട്ടില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നതിലൂടെ അച്ഛനും അമ്മയുമൊക്കെ പറഞ്ഞതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ തനിക്ക് വേണ്ടി, തൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കരുതലുണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റി. ചില തിരിച്ചറിവുകൾ നമ്മളെ നന്നായി വേദനിപ്പിച്ചെന്ന് വരും. പൂജ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങി. പുറത്തേക്ക് നീളുന്ന അവളുടെ മിഴികൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കിരണിനെ കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ രൂപം കാണുമ്പോൾ തനിക്കവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നുന്നത്. അകത്തേക്ക് കയറി വരുന്നവൻ ചുറ്റിനും തന്നെ തിരയുന്നതും അവസാനം താൻ ഇരിക്കുന്നവിടം കണ്ടവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നതും അവൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിലുള്ള ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. എനിക്കറിയാം നീ എന്തൊക്കെ പ്ലാൻ ചെയ്തു വന്നതാണെന്ന്. എല്ലാം പക്ഷെ വെറുതെയാണ് കിരൺ. നിന്നെ സ്നേഹിച്ച് സർവ്വതും മറന്നു നടന്ന പൂജയല്ല ഞാനിപ്പോൾ. നേരത്തെ വന്നോ നീ? അവൾക്കടുത്തായി ചേർ വലിച്ചിട്ട് സൗമ്യമായി അവൻ ചോദിച്ചു. ഇന്നലെ കണ്ട ആളെയല്ല അവനെന്ന് അവൾക്ക് തോന്നും വിധമായിരുന്നു അവൻ്റെ സംസാരം. അവനും തോന്നി ഇനി അവളോട് ബലം പിടിച്ച് ഒന്നും പറയുകയോ ചെയ്യുകയും വേണ്ടെന്ന്. അവൾ തന്നെ അവളോട് അടുക്കാനുള്ള അവസരമുണ്ടാക്കി തരികയാണ് തനിക്ക്. ആ തോന്നൽ തന്നെ അവനിൽ വല്ലാത്തൊരു ആവേശമുണ്ടാക്കി. എന്നെ വിളിക്കായിരുന്നില്ലേ നിനക്ക്? അതെങ്ങനെയാ? നമ്പർ വരെ മാറിയില്ലേ നീ? എന്നിൽ നിന്ന് അകന്നു പോകാൻ നോക്കും തോറും ഞാൻ തന്നെ വേണമെന്നായില്ലേ നിനക്കവസാനം? അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. ആദ്യം അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മതിയല്ലോ അവനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കലൊക്കെ. എന്താടി, എന്താ നീയൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്തേലും പറ പൂജ. എത്ര നാളായി നമ്മളൊന്ന് സംസാരിച്ചിട്ട്. നീ ഇവിടെ ആരെയൊക്കെ ഭയന്ന് ഒളിച്ചു താമസിക്കുവല്ലേ? കഷ്ടം തന്നെ. പതിയെ പതിയെ അവൻ്റെ സ്വഭാവം പുറത്തു വരുന്നത് പോലെയായിരുന്നു അവൻ അവസാനം പറഞ്ഞു നിർത്തിയത്. അവൾക്കത് മനസ്സിലായി. നീ എന്നെ തേടി വന്നതാണോ അതോ യാദൃച്ഛികമായി എന്നെ കണ്ടതാണോ ഇവിടെ? നിന്നെ തേടി തന്നെ വന്നതാണ്, പക്ഷെ കണ്ടത് യാദൃച്ഛികമായാണ്. അവൻ പറഞ്ഞത് പൂജയൊന്ന് മൂളി. അപ്പോൾ എന്നെ നിനക്ക് വെറുതെ വിടാൻ ഉദ്ദേശമില്ലല്ലേ? ഒരിക്കലുമില്ല. നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടമാ. അന്നും ഇന്നും നീ എൻ്റെ പെണ്ണാ. ആ പന്ന ഗൗതം നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്ന് കരുതി നീ എനിക്ക് ആരുമില്ലാതാകുമോ? ഗൗതം നിന്നെ ഇറക്കി വിടുന്ന ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ വരാൻ. നീ അപ്പോൾ എന്നോട് വഴക്കിട്ട് എങ്ങോട്ടോ പോയി. ഫോൺ പോലും ഓഫാക്കി വെച്ചു. എത്ര അന്വേഷിച്ചിട്ടാണെന്നോ നീ ഇവിടെയുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അവൻ ഒന്നും അറിയാത്തതുപോലെ ഓരോന്ന് പറയുന്നത് കേട്ടവൾക്ക് പുച്ഛം തോന്നി. നിനക്കിനിയും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ പൂജ? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ നിന്നോട് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞതും നിന്നെ എനിക്ക് വേണമെന്ന് വാശി പിടിച്ചതും. നീ അതൊക്കെ കണ്ട് എന്നെ തെറ്റിദ്ധരിച്ചു. പൂജ അവൻ പറയുന്നത് കേട്ട് അമർത്തിയൊന്ന് മൂളി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിടയിൽ ആരുടെയും ശല്യമില്ല. ആ ഗൗതം അവനിപ്പോൾ വേറെ കല്യാണം കഴിച്ചു കാണും. കിരൺ പറഞ്ഞത് കേട്ട് പൂജയൊന്ന് ഞെട്ടി. കിരൺ പക്ഷേ അത് കണ്ടില്ലെന്ന് മാത്രം. ഡിവോഴ്സ് കിട്ടുമെന്ന് കരുതിയൊക്കെ ഇരുന്നാൽ എന്ന് കിട്ടാനാ? അവനൊക്കെ ബുദ്ധിയുള്ളവനാ. നീയായി ഇനി ചെല്ലില്ലെന്ന് അവനറിയാം.
പൂജയ്ക്ക് അവൻ പറയുന്നത് കേട്ട് വിഷമമൊന്നും തോന്നിയില്ല. ഇതൊക്കെ അവൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ഇനി നീ പറ, നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാ? നീ പറയും പോലെയല്ല. കിരൺ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് ചോദിച്ചതും അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് നോക്കിയതല്ലേ നമ്മൾ, എന്നിട്ട് അവസാനം പിരിയേണ്ടി വന്നില്ലേ? അതൊക്കെ വിധിയല്ലേ? അതെ, വിധി തന്നെ. ഇനിയും ചിലപ്പോൾ ആ വിധി നമ്മളെ പരീക്ഷിക്കും. അവൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാനായി അവളെ തന്നെ നോക്കിയവൻ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത്? ഇനി ഒരു വിധിക്കും കാത്തു നിൽക്കാതെ നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന്. പൂജയുടെ വർത്തമാനം കേട്ട് കിരൺ ഞെട്ടലോടെ അവളെ നോക്കി. അവനിൽ പരിഭ്രമം കണ്ട് അവൾക്ക് ചിരിയാണ് വന്നത്. പണ്ടത്തെ ആ പൊട്ടിപ്പെണ്ണല്ല ഞാനിപ്പോൾ. എനിക്കെല്ലാം അറിയാം. ഇപ്പോൾ ആരാണ് എന്നെ ചതിച്ചതെന്നും ആരാണ് എന്നെ സ്നേഹിച്ചതെന്നും ആരൊക്കെയാണ് എൻ്റെ കൂടെ നിന്നതെന്നും. പൂജയത് മനസ്സിലാണ് പറഞ്ഞത്. അവൻ്റെ ഒരു നിമിഷത്തെ മൗനം അവൾ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പൂജ, നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇനി ഒരു തടസ്സവുമില്ല. പിന്നെ എന്തിനാ നമ്മൾ മരിക്കുന്നത്? നിനക്ക് എൻ്റെ കൂടെ മരിക്കാൻ സമ്മതമല്ലേ? അതിനർത്ഥം നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്നല്ലേ? ഇതുവരെ കാണിച്ചതും ഇപ്പം കാണിക്കുന്നതുമൊക്കെ കള്ളത്തരമാണെന്നല്ലേ അതിനർത്ഥം? അല്ല, അങ്ങനെയല്ല. നിൻ്റെ കൂടെ മരിക്കാൻ വരെ എനിക്ക് സമ്മതമാണ്. നീയല്ലാതെ എനിക്ക് പറ്റില്ല പൂജ. മറ്റു വഴികളില്ലാതെ അവന് സമ്മതിക്കുന്നതായി അവളോട് പറയേണ്ടി വന്നു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. എൻ്റെ കൂടെ മരിക്കാൻ നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവനൊരു ചിരിയോടെ പറഞ്ഞതും അവൻ താല്പര്യമില്ലാതെ മൂളി. നാളുകളായി മനസ്സിൽ കണക്കുകൂട്ടി വെച്ച ലക്ഷ്യങ്ങൾ അത്ര വേഗമൊരു തടസ്സം വരാൻ അവൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അതിനാൽ തന്നെ അവൾ പറയുന്നതിനൊക്കെ അവൻ നിന്നു കൊടുക്കുന്നതായി അവൾക്ക് മുന്നിൽ അഭിനയിച്ചു. എങ്ങനെയാ കിരൺ, നിനക്ക് എനിക്കൊപ്പം മരിക്കാൻ സമ്മതമല്ലേ? ഇങ്ങനെ ജീവിക്കുന്നത് നല്ലത് അതല്ലേ കിരൺ? അവളുടെ മൂർച്ചയേറിയ വാക്കുകൾ കേട്ടതും അവന് തോന്നി അവൾ തന്നെ കളിയാക്കുവാണോന്ന്. അലിൽ ആരെങ്കിലും പറയുമോ മരിക്കാമെന്ന്? കിരൺ അവളെ തന്നെ നോക്കി. അവളുടെ മുഖഭാവം എന്താണെന്നവർ അറിയാനായി. വന്നപ്പോൾ തന്നെ അവളുടെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള നോട്ടവും ഇരിപ്പും കണ്ടപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ എന്തേലുമാകും സംസാരമെന്ന് തോന്നിയിരുന്നു. എങ്കിലും മരിക്കുമെന്ന കാര്യമാകുമെന്ന് കരുതിയില്ല. കിരൺ, നീ പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല. നീ എൻ്റെ കൂടെ വേണം. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിട്ടുകൊടുക്കാതെ അവനും പറഞ്ഞതും പൂജയ്ക്ക് അവനോട് ദേഷ്യം തോന്നി. തൻ്റെ ഇമോഷൻസ് വെച്ചവൻ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കണ്ടില്ലേ? ഒരു പെണ്ണിൻ്റെ സ്നേഹത്തെ എങ്ങനെ മുതലെടുക്കണമെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ടല്ലേ അവൻ തന്നെ ഇത്ര നാളും ഇങ്ങനെ കൊണ്ടു നടന്നത്. തൻ്റെ മുന്നിലിരുന്ന് നാടകം കളിക്കുന്നവനെ കണ്ടിട്ട് അവൾക്ക് അരിശം വരുന്നുണ്ടായിരുന്നു. ഇനിയും ക്ഷമിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ. എഴുന്നേറ്റ് പോടാ പട്ടി. ഇനിയും നിനക്ക് നാണമില്ലേ എൻ്റെ പുറകെ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ? പൂജയ്ക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. നീ എന്താടി പറഞ്ഞേ എന്നെ? ആദ്യത്തെ പകപ്പ് മാറിയതും കിരൺ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. ഇരിക്കടാ അവിടെ. ഇത് നമ്മുടെ നാടല്ല. ഞാനൊന്ന് വിളിച്ചു കൂവിയാൽ നീ അകത്ത് കിടക്കും. പിന്നെ നീ പുറലോകം കാണണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അവൾ ചുറ്റിനും വന്ന് കണ്ണു കാണിച്ചുകൊണ്ട് അത്രയും പറഞ്ഞതും കിരൺ ദേഷ്യത്തിൽ കസാര വലിച്ച് അതിലേക്കിരുന്നു. ഇരുന്നതും അവളെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. എന്നെ ഇപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം നിനക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിനു മുന്നേ എനിക്ക് നിന്നെ കൊന്നു കളയാൻ തോന്നുക കിരൺ. പൂജ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി പറഞ്ഞതും കിരണിൻ്റെ മുഖത്ത് അത്രയും നേരമുണ്ടായിരുന്ന ഭാവമൊക്കെ മാറി അവളോടുള്ള വൈരാഗ്യം നിറഞ്ഞു. അത്ര പെട്ടെന്ന് നിന്നെ കൊല്ലാൻ എനിക്ക് പറ്റുമോ? സ്നേഹിച്ച് വേണ്ടേ കൊല്ലാൻ? അവനൊരു പ്രത്യേക താളത്തിൽ പറഞ്ഞതും അവളുടെ മുഖം ചുമന്നു കയറി. ദേഷ്യം കൊണ്ട് പരിസരം പോലും മറന്നു പോകുമെന്ന് അവൾക്ക് തോന്നി. എന്നെ സ്നേഹിച്ചല്ല, സ്നേഹിക്കുന്നതിനായി അഭിനയിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ചതും പോരാ, എന്നിട്ട് കിടന്ന് കുരയ്ക്കുന്നു. ഡി! അവൻ ദേഷ്യത്തോടെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയതും പൂജ പുച്ഛത്തോടെ അവനെ നോക്കി. നിന്നെപ്പോലെയൊരു ആണും പെണ്ണും കെട്ടവനെ സ്നേഹിച്ചു പോയതിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിപ്പോവുകയാണ്. കിരൺ അത് കേട്ട് പുച്ഛിച്ച് ചിരിച്ചു. നീ എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. സ്നേഹിക്കുന്നതിന് അഭിനയിക്കുകയായിരുന്നു. അതിലൂടെ എൻ്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരെയും എന്നെ സ്നേഹിക്കുന്നവരെയുമൊക്കെ എന്നിൽ നിന്ന് നീ അകറ്റി. അവരെയെല്ലാം എനിക്കെതിരെ നിർത്തി നീ. അതേടി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇനിയിപ്പം ഞാനായി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവനിൽ ഒരു കുറ്റബോധം പോലുമില്ലെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. പൂജയ്ക്ക് സ്വയം വേദന തോന്നി. അവനെ വിശ്വസിച്ച് തൻ്റെ മനസ്സിലേക്ക് അവസാനം ആടിക്കൂടിയവൾ അടിച്ചിറക്കി കഴിഞ്ഞിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയ നിന്നെ. പൂജ വിഷമവും ദേഷ്യവും നിറഞ്ഞ സ്വരത്തിൽ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തി.
ഞാൻ ഓരോന്ന് ചെയ്തത് നിനക്ക് വേണ്ടിയ പൂജ. നിന്നെ എനിക്ക് പ്ലീസ് ഇനിയും നീ ഇങ്ങനെ എന്നോട് കള്ളം പറയരുത് കിരൺ. നിന്നോടുള്ള വെറുപ്പ് കൂടി ഞാൻ സ്വയം മറന്ന് എന്തേലും ചെയ്തു പോകും. നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല എനിക്ക് ആരും. ഓ, നിന്റെ കെട്ടിയോനായിരിക്കും. അവനൊക്കെ ഒരു കിരൺ പല്ലിറുമി പറഞ്ഞതും പൂജ പരിഹാസം നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി. ശരിക്കും ആരെയും അങ്ങനെ വിളിക്കേണ്ടത്? നിന്നെയല്ലേ ഗൗതം? അയാൾ ഒരാണ് തന്നെയാണ്. അയാൾക്ക് ചേർന്നത് പെണ്ണല്ലായിരുന്നു ഞാൻ. നീ കാരണം അയാളുടെ ജീവിതം കൂടി പോയി. തുടരും. അടുത്ത പാർട്ട് ഉടനെ ഇടാം. കമൻ്റ് ഇടണം. ഞാൻ മറുപടി ഇട്ടേക്കാം. താങ്ക് യു.